നമസ്കാരം, ഇത് IBN മലയാളം. സ്വർണ്ണക്കടത്തിനും കൊലപാതകത്തിനും നേതൃത്വം നൽകുന്ന മാഫിയ സർക്കാർ രാജിവെക്കണമെന്നും PV അൻവറിന്റെ ആരോപണത്തിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും അന്വേഷണം CBIക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സായാഹ്ന ധർണ നടത്തി. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കടത്തിനെ കുറിച്ചും കൊലപാതകത്തെ കുറിച്ചും ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ ഇവിടെ അഴിമതി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, കൊലപാതകം പോലെ നടക്കുന്നു എന്നാണ് ഇവിടെ അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത്, അൻവർ MLA പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം. ജനങ്ങൾക്ക് അത് അറിയുവാനുള്ള അല്ലെങ്കിൽ അവകാശമുണ്ട്. അതുകൊണ്ട് അൻവർ MLAയുടെ ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ സമഗ്രമായ അന്വേഷണം വേണം. ഇവിടെ കേരള ഗവൺമെന്റിനെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇതിൽ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് CBIയെ തന്നെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 8 വർഷക്കാലമായി കേരളം ഭരിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നാറിയ കഥകൾ ആണ് ഇന്ന് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖല പരിശോധിച്ചാലും അഴിമതി കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. കേരള മക്കൾക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അഴിമതി മാത്രമോ വിലക്കയറ്റം എവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ ഇത് വിലക്കയറ്റം കൊണ്ട് മുന്നിൽ നിൽക്കുന്നു. ഇത് വിലക്കയറ്റം കാരണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇവിടെ ആളുകൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പട്ടിണി കിടന്ന് മരിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ടയത്ത് സമരം ചെയ്തു. എന്താ ഇവിടെ കൃഷിക്കാരൻ ആ നെല്ല് ഉത്പാദിപ്പിച്ച നെല്ലിന്റെ വില സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ആ വില കൊടുക്കാതെ ഗവൺമെന്റ് ജനങ്ങളെ പറ്റിക്കുന്നു. കാർഷിക വിളകളുടെ ആകമാനം വില തകർച്ച ഉണ്ടായിരിക്കുന്നു. ആ കാർഷിക വിളകളുടെ വില തകർച്ച പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും കാണിച്ചിട്ടില്ല. അങ്ങനെ ഏത് മേഖല പരിശോധിച്ചാലും ഇവിടെ അഴിമതി കൊണ്ട് അല്ലെങ്കിൽ നിറച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇവിടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഒരു ഗവൺമെന്റ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനി ധാർമ്മികമായി ഭരിക്കുവാനുള്ള അവകാശമില്ല എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് രാജിവെച്ചുകൊണ്ട് ഈ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ നീതി പുലർത്തപ്പെടുന്നതാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിന് പ്രതിപക്ഷമുണ്ടോ എന്ന് പോലും അറിയില്ല. പ്രതിപക്ഷത്തിന് എന്താ പറയും, അവരൊന്നും മിണ്ടുന്നില്ല. ജില്ലാ പ്രസിഡന്റ് രശ്മി MR അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത, വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, പുതൂർക്കോണം സുരേഷ്, ലൗജിൻ മാളിയേക്കൽ, ജോയി സി കാപ്പൻ, അഡ്വക്കേറ്റ് മഞ്ജു K നായർ, അഡ്വക്കേറ്റ് രാജേഷ് മേനോൻ, സുമേഷ് നായർ, K ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാജേഷ് പുളിയനത്ത്, ഗണേഷ് ഏറ്റുമാനൂർ, സലീം കാർത്തികേയൻ, അഡ്വക്കേറ്റ് ഹരികുമാർ, ഷൈജു കോശി, ഹരി ഇറയംകോട്, പ്രിയ രഞ്ജു, രാജേഷ് പൂജപ്പുര, രമാബി ദേവി ഗീതം, ബെന്നി മിനാശ്, ശിവപ്രസാദ്, രഞ്ജിത B, മധു T, കൃഷ്ണകുമാർ, അഖിൽ ഇല്ലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.